ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കേരള ന്യൂസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ന്യൂസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ഒരു നശിച്ച ഒരു മീഡിയാസും മീഡിയ പ്രവർത്തകരും ഇതുപോലുള്ള നശിച്ച ഒരു ജനതയും കേരളത്തിൽ മാത്രമേ ഈ ലോകത്തുണ്ടാവുള്ളൂ. ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങൾ ഉൾപ്പെടെയുള്ള കേരള ജനത എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഞരമ്പ് രോഗികളായിട്ടുള്ള കേരള ജനതയാണ്. ലോജിക്കായിട്ട് ചിന്തിക്കാനുള്ള കഴിവില്ല അവർക്ക്. അപ്പം എന്നെപ്പോലെയും നിന്നെപ്പോലെയുള്ള ആൾക്കാരെ മിസ്യൂസ് ചെയ്യുകയാണ് ഈ മീഡിയാസ് ചെയ്യുന്നത്. നമ്മുടെ വീക്ക്നെസ് അവർക്കറിയാം. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ടി വി തുറന്നു കഴിഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ന്യൂസ് മാത്രം. പുള്ളിക്കാരൻ ഈ പറയുന്ന പോലെ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ രാഷ്ട്രത്തിനെതിരെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട്? എന്തെങ്കിലും അഴിമതി ചെയ്തിട്ടുണ്ട്? എന്തെങ്കിലും സ്വജനപക്ഷപാതം അല്ലെങ്കിൽ ഏതെങ്കിലും ഫണ്ട് തിരിമറി ചെയ്തിട്ടുണ്ട്? അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നാടിനെ ബാധിക്കുന്ന കാര്യമാണ്. ഈ നാട്ടിൽ ജനിച്ചു വീഴുന്ന കുട്ടി മുതൽ പ്രായമായ ആൾക്കാരെ മൊത്തത്തിൽ ബാധിക്കുന്ന നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അടക്കം ബാധിക്കുന്ന കാര്യമാണ്. അതിലൊന്നും ഒരാൾക്കും കുഴപ്പമില്ല. അങ്ങനെ ചെയ്യുന്ന എത്രയോ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരൊക്കെ ഉണ്ട്. അതിലൊന്നും ഒരാളും ഇടപെടില്ല. ഇവിടുത്തെ മീഡിയ പ്രവർത്തകരൊക്കെ മാക്സിമം ഒരു ചെറിയ ന്യൂസ് ഒതുക്കും. അതേസമയം ഒരു മന്ത്രിയോ എം എൽ എ എം പിയോ ഏതെങ്കിലും ഒരു സ്ത്രീ വിഷയത്തിൽ വന്നു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കുറ്റം. ഇതാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം. നമ്മളൊരു ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിലും അദ്ദേഹം നമ്മളെ പോലെ തന്നെ ഒരു മനുഷ്യനാണ്. ഓക്കെ, പിന്നെ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ, നമ്മളൊരു വക്കീലിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ അയാളുടെ പേഴ്സണൽ ലൈഫൊന്നും ചിന്തിക്കാറില്ല. പേഴ്സണൽ ലൈഫ് അവർ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ അയാൾ നല്ലൊരു ഡോക്ടറാണോ, നല്ലൊരു സർജനാണോ, നല്ലൊരു വക്കീലാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മുടെ അടുത്ത് പോകുന്നത്. ഇതേ സെയിം അപ്രോച്ച് തന്നെയാണ് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരോട് കാണിക്കേണ്ടത്. ഇയാളുടെ പേഴ്സണൽ ലൈഫിലൊന്നും നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. ഇയാൾ നല്ലൊരു നാടിന് വേണ്ടി നല്ല ചെയ്യുന്നുണ്ടോ, ജനങ്ങൾക്ക് വേണ്ടി നല്ല ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അഴിമതി ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അത് നോക്കിയിട്ട് വേണം അയാൾ രാജിവെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. അല്ലാതെ പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വെച്ചാൽ അത് സ്വയം ഇഷ്ടപ്രകാരം ഒരാണിൻ്റെ പെണ്ണിയും സ്വയം സമൂഹത്തോടു കൂടിയ ഒരു പ്രവൃത്തിനെ പിന്നെ ഒരു പെണ്ണ് മാത്രം വേണ്ടി പോയി പറഞ്ഞിട്ട് എന്നെ പിടിപ്പിച്ചു എന്ന് പറയുന്നത് എന്തർത്ഥാണുള്ളത്? അപ്പം ഇങ്ങനെയുള്ള ന്യൂസ് അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു മന്ത്രിയെ എം എൽ എ എം പിയോട് രാജിവെക്കാൻ പറയരുത്. നമ്മൾ അയാളുടെ പ്രവൃത്തിനെ മാത്രം നോക്കണം. അയാൾ ചെയ്യുന്നത് നല്ല കാര്യമാണോ, അല്ലാതെ പേഴ്സണൽ ലൈഫിൽ നോക്കിയിട്ട് ഒരാളെ വിലയിരുത്താൻ പാടില്ല. അയാൾ രാഷ്ട്രീയക്കാരനാണെങ്കിൽ രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം മാത്രം നോക്കിയിട്ട് വേണം നമ്മളിതിൽ അഭിപ്രായം പറയാനുള്ളത്. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. നമ്മളിങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ മീഡിയാസ് അത് മാക്സിമം ചൂഷണം ചെയ്യും. ഇനിയും ഈ ഞരമ്പ് രോഗികളാവാതെ എൻ്റെ മലയാളി സുഹൃത്തുക്കളെ കുറച്ചൊക്കെ ഒന്ന് എന്താ പറയുക, ലോജിക്കലായി ചിന്തിക്കും. ഇങ്ങനെയും ബുദ്ധി വരട്ടെ നിങ്ങൾക്കൊക്കെ.